ഹലോ, നമസ്കാരം. എല്ലാവർക്കും പൂക്കൂടയിലേക്ക് സ്വാഗതം. ഇന്ന് പൂക്കൂട തയ്യാറാക്കുന്നത് മെക്സിക്കൻ സൺഫ്ലവർ ആണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ധാരാളം കണ്ടുവരുന്നുണ്ട്. നമ്മളിതിനെ ചുവന്ന സൂര്യകാന്തി എന്ന് വിളിക്കും. ഈ ചുവന്ന സൂര്യകാന്തി ക്രേപ്പ് പേപ്പർ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ കാണുന്ന 4 നിറത്തിലെ ക്രേപ്പ് പേപ്പറുകളാണ് ഞാൻ ഈ പൂ ഉണ്ടാക്കാനായി എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ഈ മഞ്ഞയും ഓറഞ്ചും ഉപയോഗിച്ച് ഈ പൂവിൻ്റെ നടുക്കുള്ള ഈ ഭാഗം ഉണ്ടാക്കിയെടുക്കാം. അതിനായി റിബൺ പോലെ 2 നിറത്തിൽ നിന്നും ഓരോ പീസ് നമുക്ക് മുറിച്ചെടുക്കാം. ഓരോ പീസും എടുത്ത് നമുക്ക് ഇതുപോലൊന്ന് സ്ട്രെച്ച് ചെയ്യാം. ഓറഞ്ച് നിറത്തെക്കാളും അല്പം വലിയ പീസായി മഞ്ഞ നിറത്തിലെ പേപ്പർ മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഓരോ പീസും ഇങ്ങനെ ചെറുതായി മടക്കിയെടുത്ത് അതിൻ്റെ ഈ അഗ്രഭാഗത്തായി നമുക്ക് ചെറുതായി കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ അറ്റം വരെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞ നിറത്തിലെ പീസും എടുത്ത് അതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നിവർത്തി വെച്ച് ആ മഞ്ഞ നിറത്തിലെ പേപ്പറിനുള്ളിലേക്ക് ഓറഞ്ച് നിറത്തിലെ പേപ്പറും ഇതുപോലെ വെച്ച് നമുക്കൊരു കമ്പിയിൽ അല്പം ഫെവിക്കോൾ പുരട്ടി പ്ലീറ്റ്സ് ഇട്ട് ചുറ്റി കൊടുക്കാം. ഇങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം നമുക്കൊരു നൂല് കൊണ്ട് അത് നന്നായി കെട്ടി ഉറപ്പിച്ചെടുക്കാം. ഇനി ഇത് കത്രിക കൊണ്ട് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ചുറ്റും കട്ട് ചെയ്ത് നല്ല റൗണ്ടാക്കി നമുക്ക് എടുക്കാം. ഇനി ഇതിവിടെ വെച്ചതിന് ശേഷം ഈ പെറ്റൽസ് എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ഇതുപോലെ ചുവന്ന ക്രേപ്പ് പേപ്പറിൽ നിന്ന് നമുക്ക് മടക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പീസായി കട്ട് ചെയ്തെടുത്ത് നമുക്ക് പൂവിൻ്റെ പെറ്റൽസ് മുറിച്ചെടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു കാർഡ് ബോർഡിൽ ഒരു പാറ്റേൺ വെട്ടി ഉണ്ടാക്കി വയ്ക്കാം. അത് ഈ മടക്കി വെച്ച പേപ്പറിൻ്റെ മധ്യഭാഗത്ത് വെച്ച ശേഷം അതേ ഷേപ്പിൽ നമുക്ക് കത്രിക കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. ഒരുമിച്ച് കുറേ പെറ്റൽസ് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറേ പെറ്റൽസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതുപോലെ നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ അല്ലിയിൽ ഇത് ഓരോന്നായി നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ആദ്യം ഒരു പെറ്റലെടുത്ത് അതിൻ്റെ ചുവട്ടിലായി അല്പം ഫെവിക്കോൾ പുരട്ടിയ ശേഷം അത് ഇങ്ങനെ പുറകിലായി ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഓരോ പെറ്റൽസും എടുത്ത് സെയിം ഹൈറ്റിൽ തന്നെ റൗണ്ടിന് ഒട്ടിച്ചെടുക്കാം.
ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു ലെയർ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഈ പൂവിന് സാധാരണ ഒരു ലെയറിലെ പൂക്കളുമുണ്ട്, 2ഉം 3ഉം ലെയറിലെ പൂക്കളുമുണ്ട്. ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് 2 ലെയറിലെ പൂക്കളാണ്. അതുപോലെ നമുക്കിപ്പോൾ ഒരു ലെയർ കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഓരോ പെറ്റൽസിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിൽ നമുക്ക് വീണ്ടും ഓരോ പെറ്റൽസ് കൂടി വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് ഇതുപോലൊരു കമ്പി കൊണ്ട് ഓരോ പെറ്റൽസും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം, പുറത്തേക്കൊന്ന് മലർത്തി കൊടുക്കാം. ഇനി ഈ ഓരോ ഗ്യാപ്പിലും നമുക്ക് ഓരോ പെറ്റൽസ് കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ മെക്സിക്കൻ സൺഫ്ലവർ അല്ലെങ്കിൽ നമ്മുടെ ചുവന്ന സൂര്യകാന്തി ഇവിടെ റെഡിയായി. ഇനി അതിൻ്റെ അടിവശത്ത് കാലിക്സ് എങ്ങനെ ഒട്ടിച്ചു കൊടുക്കാമെന്ന് നോക്കാം. ഇതുപോലെ ക്രേപ്പ് പേപ്പർ മടക്കിയെടുത്ത് ഒരു ഇതൾ പോലെ നമുക്ക് കട്ട് ചെയ്തെടുത്താൽ ഒരു പ്രാവശ്യം കട്ട് ചെയ്യുമ്പോൾ തന്നെ 1, 2, 3 പെറ്റൽ പോലെ നമുക്ക് കാലിക്സ് കട്ട് ചെയ്തെടുക്കാം. അത് നിവർത്തിയെടുത്ത് ഓരോന്നായി ഈ പൂവിൻ്റെ അടിഭാഗത്തായി നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ക്രേപ്പ് പേപ്പർ ചുറ്റി, ഗ്രീൻ ക്രേപ്പ് പേപ്പർ ചുറ്റി നമുക്ക് തണ്ട് പച്ച നിറമാക്കി എടുക്കാം. അങ്ങനെ പൂവ് റെഡിയായി. ഇനി ഇതുപോലെ ഒരു ഇല കൂടി നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇല ഉണ്ടാക്കുന്നതിനായി ഡിസൈനർ ഹാൻഡ് മെയ്ഡ് ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഏത് കളറിൽ വേണമെങ്കിലും ഓൺലൈനിൽ ലഭ്യമാണ്. ഈ ഡിസൈനർ ഗ്രീൻ ഹാൻഡ് മെയ്ഡ് ഷീറ്റിൽ നിന്ന് ഒരു ചെറിയ പീസ് മുറിച്ചെടുത്ത് ഇതുപോലെ നമുക്ക് മെക്സിക്കൻ സൺഫ്ലവറിൻ്റെ ഇലയും കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ മെക്സിക്കൻ സൺഫ്ലവർ ഉണ്ടാക്കി നമ്മൾ മനോഹരമായി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. മനോഹരമായ മറ്റൊരു പൂവുമായി ഞങ്ങൾ ഇനിയും വരാം. അതുവരേക്കും ബൈ.